കഥയാരംഭിക്കുന്നത് ജർമ്മനിയിലെ ശാന്തവും ചെറുതുമായ ഹൾട്ടർഫ് എന്ന നഗരത്തിലാണ്. ഇവിടെ നമ്മൾ മോറിറ്റ്സ് എന്ന കൊച്ചുബാലനെ പരിചയപ്പെടുന്നു. അന്നവന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. യൂത്ത് സോക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരമാണെന്ന്. എന്നെങ്കിലും ഒരു ഫുട്ബോൾ താരമാകണമെന്ന് മോറിറ്റ്സ് സ്വപ്നം കണ്ടിരുന്നു. വീട്ടിൽ മോറിറ്റ്സ് എന്ന ലിവിംഗ് റൂമിലും മറ്റുമായി ബോൾ ജഗ്ലിംഗ് ചെയ്ത് പരിശീലിക്കുന്ന തിരക്കിലാണ്. അവന്റെ പിതാവ് ഹള്ള് അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഹള്ള് അവന്റെ അച്ഛൻ മാത്രമല്ല, ടീമിന്റെ കോച്ച് കൂടിയാണ്. പക്ഷെ മോറിറ്റ്സ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവന്റെ കാലിൽ നിന്നും പന്ത് തെറിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചിരുന്നതിലേക്ക് വീണു. അവന്റെ അച്ഛൻ ദേഷ്യപ്പെടുകയും അവനെ ശകാരിക്കുകയും ചെയ്തു. വഴക്കുകൂടി നിൽക്കാൻ അധികം സമയമുണ്ടായിരുന്നില്ല. മത്സരത്തിന് പോകാനുള്ള സമയമെടുത്തിരിക്കുന്നു. കാറിൽ കയറുന്നതിന് മുമ്പ് മോറിറ്റ്സ് തന്റെ അമ്മ യനാനയെ നോക്കി ഒരു കാര്യം ചോദിച്ചു. ഇന്നമ്മ എന്റെ കളി കാണാൻ വരില്ലേ? വരുമെന്നവർ പുഞ്ചിരിച്ചുകൊണ്ട് വാഗ്ദാനം നൽകി. മോറിറ്റ്സിനും അത് കേട്ടതും സന്തോഷം തോന്നി. പലപ്പോഴും തിരക്കിലായതുകൊണ്ട് അമ്മ അവന്റെ മത്സരം കാണാൻ വരാറേ ഉണ്ടായിരുന്നില്ല. വൈകാതെ അച്ഛനും മകനും കൂടി ഫൈനൽ മത്സരത്തിനായി സ്റ്റേഡിയത്തിലേക്ക് വണ്ടിയോടിച്ചു പോയി. അവരുടെ ടീമായ ഹോളർഫ് എപ്നെ എന്ന ടീമുമായിട്ടാണ് അന്ന് മത്സരിക്കുന്നത്. വൈകാതെ കളി ആരംഭിച്ചു. കളി വളരെ ആവേശകരവുമായിരുന്നു. ഇരു ടീമുകളും കഠിനമായി പോരാടി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഹോളർഫ് ഒരു ഗോളിന് പിന്നിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മോറിറ്റ്സിന്റെ അടുത്തേക്ക് പന്തെത്തുന്നത്. അവൻ ഗോൾ പോസ്റ്റിന്റെ തൊട്ടടുത്താണ്. അതവന്റെ നിമിഷമായിരുന്നു. ഒരു ചെറിയ കിക്ക് കൊണ്ട് അവൻ ആ കളി സമനിലയിലാക്കാം. പക്ഷെ മോറിറ്റ്സിന് ഒരു പ്രശ്നമുണ്ട്. അവൻ പകൽ സ്വപ്നം കാണാറുണ്ട്. അന്നവൻ ആ നിമിഷം സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആ സ്റ്റേഡിയം മാറിമറിഞ്ഞു. വലിയൊരു ജനക്കൂട്ടത്തെയും വേൾഡ് കപ്പ് ഫൈനലുമാണ് അവന്റെ ഭാവനയിൽ തെളിഞ്ഞത്. തന്നെ ഒരു ഹീറോയിക് പ്ലെയറായി അവൻ ആ സ്വപ്നത്തിൽ നോക്കിക്കണ്ടു. തന്റെ അടുത്തേക്ക് വന്ന ബോള് ഒരു ലളിതമായ ഷോട്ട് തീർക്കുന്നതിനു പകരം ഒരു ബൈസിക്കിൾ കിക്കായിരുന്നു അവൻ ചെയ്യാൻ ശ്രമിച്ചത്. എല്ലാം പാളിപ്പോയി. പന്തവന് കിട്ടിയില്ലെന്നും മാത്രമല്ല, എതിർ ടീമിലെ ഗോൾ കീപ്പറുടെ മൂക്കിനിട്ട് തന്നെ അവൻ ചവിട്ടുകയും ചെയ്തു. റഫറി വിസിൽ മുഴക്കി. കളി അവസാനിച്ചു. എതിർ ടീം ട്രോഫിയും സ്വന്തമാക്കി. മോറിറ്റ്സിന്റെ സഹതാരങ്ങൾ വല്ലാത്ത കലിപ്പിലായി കഴിഞ്ഞിരുന്നു. ഇത് ആദ്യത്തെ സംഭവമൊന്നുമായിരുന്നില്ല. മോറിറ്റ്സ് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് പല കളികളും നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ലോക്കർ റൂമിലെത്തിയ മോറിറ്റ്സ് ഏറെ കുറ്റബോധത്തോടെ അവിടെ നിശബ്ദനായിട്ടിരുന്നു. അപ്പോഴാണ് അവന്റെ അമ്മയെത്തിയത്. അവർ ഇത്തവണയും വൈകിപ്പോയിരുന്നു. വിവരമറിഞ്ഞ് അവർ അവനെ കെട്ടിപ്പിടിക്കുകയും ശാന്തനാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ നമുക്ക് അച്ഛനെ പോയി കാണാം എന്നവർ പറഞ്ഞു. അങ്ങനെ അച്ഛനുള്ള ഇടത്തേക്ക് അവനെയും കൂട്ടി അവർ പോയി. പക്ഷെ അവിടെ എത്തിയപ്പോ അവർ കണ്ട കാഴ്ച അതിലധികം ഞെട്ടിക്കുന്നതായിരുന്നു. മോറിറ്റ്സിന്റെ അച്ഛൻ ടീം സെക്രട്ടറിയുമായി ഇന്റിമേറ്റായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും യനാനയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവിടെ വെച്ച് തന്നെ അവർ വിവാഹമോചനം ആവശ്യപ്പെട്ടു. അധികമൊന്നും പറയാതെ പിന്നാലെ അവർ മോറിറ്റ്സിനെയും കൂട്ടി ആ നഗരം വിട്ടു. യനാനയുടെ അച്ഛൻ താമസിക്കുന്ന എപ്ലീൻ എന്ന നഗരത്തിലേക്ക് അവർ മാറി. അവിടെ മോറിറ്റ്സ് തന്റെ മുത്തച്ഛൻ റൂഡിയെ കണ്ടുമുട്ടി. റൂഡി ശാന്തനും ഗൗരവക്കാരനുമായ വ്യക്തിയാണ്. അധികം സംസാരിക്കാറില്ല. മോറിറ്റ്സ് തന്റെ അമ്മയുടെ പഴയ മുറിയിലേക്ക് തന്റെ താമസം മാറ്റി. അവിടെയുണ്ടാകുന്ന തന്റെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. ചുറ്റിലുമുള്ള എല്ലാം അപരിചിതമായി അവന് തോന്നുന്നുണ്ടായിരുന്നു. യനാനയാകട്ടെ ഓരോ ഘട്ടത്തിലും അവന് പ്രോത്സാഹനം നൽകി. അവർ അവന് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോമിസ് തന്നെ എപ്പാക് സ്റ്റേഡിയത്തിലേക്ക് അവനെ കൊണ്ടുപോകാമെന്നതായിരുന്നു. അങ്ങനെ റൂഡി അവനെ എപ്പാക് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയി. കാര്യങ്ങളൊക്കെ നന്നായി വന്നാൽ മോറിറ്റ്സിന് അവിടുത്തെ യൂത്ത് സോക്കർ ടീമിൽ ചേരാൻ സാധിക്കും. അദ്ദേഹം കോച്ച് റോത്കിർച്ചിനോട് സംസാരിച്ചു. പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ തന്നെ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വ്യക്തമായിരുന്നു. മോറിറ്റ്സിനെ ടീമിൽ ചേർക്കാൻ റൂഡി ഒരുപാട് നിർബന്ധിച്ചു. റോത്കിർച്ചിനും അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ സംശയത്തോടെയാണെങ്കിലും റോത്കിർച്ച് അതിന് സമ്മതിച്ചു. ടീം ക്യാപ്റ്റനായ തന്റെ മകനോട് മോറിറ്റ്സിന് ഒരു അവസരം നൽകാൻ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ അവിടെയാണ് ഞെട്ടിക്കുന്നൊരു സത്യം വെളിപ്പെട്ടത്. ഫൈനൽ മത്സരത്തിനിടെ മോറിറ്റ്സ് മുഖത്തിട്ട് ചവിട്ടിയ അതേ ഗോൾ കീപ്പറായിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ മാർക്ക് ഉടൻ തന്നെ മോറിറ്റ്സിനെ തിരിച്ചറിഞ്ഞു. അവന് നീതിപൂർവമായ ഒരു അവസരം നൽകുന്നതിനു പകരം മാർക്കും കൂട്ടുകാരും അവനെ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. അവർ ബോധപൂർവം അവന്റെ നേരെ പന്തുകൾ തൊടുത്തുവിടുകയും അവനെ അപമാനിച്ച് ചിരിക്കുകയും ചെയ്തു. മോറിറ്റ്സ് ആകെ വല്ലാതായി പോയിരുന്നു. ഇതൊക്കെ കണ്ടിരുന്ന റൂഡി അതിലിടപെട്ടു. അദ്ദേഹം ആ കളിയാക്കലുകളും മറ്റും തടഞ്ഞ് തന്റെ പേരക്കുട്ടിയെ ആ മൈതാനത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മോറിറ്റ്സ് നന്ദി പറയാൻ ശ്രമിച്ചെങ്കിലും റൂഡി മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു അപ്പോഴും ഇരുന്നിരുന്നത്. ഒരു തണുപ്പൻ മട്ടിലായിരുന്നു പെരുമാറ്റവും. പിറ്റേന്ന് മോറിറ്റ്സ് തന്റെ പുതിയ സ്കൂളിൽ പഠനമാരംഭിച്ചു. സ്കൂളിലെ ഒഴിവു സമയത്ത് എന്നെന്ന പേരുള്ള ഒരു പയ്യൻ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിന്റെ മാതാപിതാക്കളും വിവാഹമോചനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ പൊതുവായ സാഹചര്യം അവരെ പെട്ടെന്ന് സുഹൃത്തുക്കളാക്കി.
തന്റെ സഹോദരനായ ടിറ്റിയെ മോറിറ്റ്സിന് പരിചയപ്പെടുത്തി. കൂട്ടത്തിൽ നിക്കോ എന്നും കത്രീന എന്നും പേരുള്ള മറ്റു കൂട്ടുകാരെയും. താമസിയാതെ അവർ മോറിറ്റ്സിനെ തങ്ങളോടൊപ്പം ഫുട്ബോൾ കളിക്കാനും ക്ഷണിച്ചു. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. മാർക്കും അവന്റെ ടീമിലെ മറ്റ് കളിക്കാരും പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ആ കുട്ടികളെ കളിയാക്കാൻ തുടങ്ങി. മാർക്ക് അവരുടെ പന്ത് ദൂരേക്ക് തുഴിച്ചുവിട്ട് പരിഹസിച്ച് ചിരിച്ചു. ഇനി ഒരിക്കലും നിങ്ങളൊന്നും ഫുട്ബോൾ കളിക്കാനേ ശ്രമിക്കരുത് എന്ന മട്ടിൽ പരിഹസിച്ച് അവൻ അവരോട് പറഞ്ഞു. അവന്റെ കണ്ണിൽ അവർ ഒരു യഥാർത്ഥ ടീം പോലുമായിരുന്നില്ല. പക്ഷേ ഈ അപമാനവും പരിഹാസവും മോറിറ്റ്സിനെ തളർത്തുന്നതിനു പകരം അവനിൽ വല്ലാത്തൊരു വാശി നിറച്ചു. അവൻ തന്റെ പുതിയ സുഹൃത്തുക്കളെ നോക്കി പറഞ്ഞു, നമുക്ക് സ്വന്തമായൊരു ടീമുണ്ടാക്കാം. അത് ആ സുഹൃത്തുക്കൾക്കും ഒരു ആവേശമുണ്ടാക്കി. അവർ പരിശീലനത്തിനായി അതോടെ ഒരിടം തിരയാൻ ആരംഭിച്ചു. ഒടുവിൽ ഒരു ആക്രിക്കടയ്ക്കടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം അവർ കണ്ടെത്തി. അത് വളരെയധികം അഴുക്കും മാലിന്യങ്ങളുമൊക്കെ നിറഞ്ഞതായിരുന്നു. എങ്കിലും അവർ പിന്മാറിയില്ല. ആ സ്ഥലം വൃത്തിയാക്കി തങ്ങളുടെ സ്വന്തം ഫുട്ബോൾ മൈതാനമാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. മോറിറ്റ്സ് പിന്നാലെ അടുത്ത വലിയ ചുവട് വെച്ചു. വരാനിരിക്കുന്ന യൂത്ത് കപ്പിനായി അവൻ ആ സംഘത്തെ ഒരു ടീമാക്കി രജിസ്റ്റർ ചെയ്തു. അവൻ തന്റെ ടീമിന് ഡബിൾ കിക്കേഴ്സ് എന്ന പേരും നൽകി. രജിസ്ട്രേഷൻ സമയത്ത് സെക്രട്ടറി കോച്ചിന്റെ പേര് ചോദിച്ചപ്പോ മോറിറ്റ്സ് പെട്ടെന്ന് തന്റെ മുത്തച്ഛനായ റൂഡിയുടെ പേരെഴുതി കൊടുത്തു. അതിനൊരു കാരണവുമുണ്ട്. അവന്റെ മുത്തച്ഛൻ പണ്ടൊരു മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ദിവസങ്ങൾ കടന്നുപോകും തോറും കുട്ടികൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു. അവർ മൈതാനം വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതിരുകൾ വരയ്ക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ സ്റ്റേഡിയം തയ്യാറായി. മോറിറ്റ്സ് വലിയ ആവേശത്തിലായിരുന്നു. മാർക്കിനെയും അവന്റെ ടീമിനെയും നേരിടാൻ വേണ്ടി അവൻ കാത്തിരുന്നു. പക്ഷെ അവനത് പറഞ്ഞപ്പോഴേക്കും മാർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോറിറ്റ്സിനെ തല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. സാഹചര്യം വഷളായി നിന്ന ആ നിമിഷത്തിൽ ഒരു കൂട്ടം പാർക്കർ കായിക താരങ്ങൾ അവിടേക്ക് എത്തപ്പെട്ടു. 6ാം ക്ലാസ്സുകാരനായ അലക്സ് ആയിരുന്നു അവരുടെ നേതാവ്. അലക്സിന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ മാർക്കും കൂട്ടുകാരും ഭയന്നോടി. പിന്നീട് അലക്സ് മോറിറ്റ്സിനെ അവരുടെ ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിച്ചു. ആ തീരുമാനം തന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നറിയാതെ തന്നെ മോറിറ്റ്സ് ആ ക്ഷണം സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ മോറിറ്റ്സിന്റെ അമ്മ യനാന മുത്തച്ഛന് ഡിന്നർ എത്തിച്ചു കൊടുക്കാൻ മോറിറ്റ്സിനോട് ആവശ്യപ്പെട്ടു. റൂഡിയാകട്ടെ ഒരു ഷോപ്പിംഗ് മാളിൽ നൈറ്റ് ഗാർഡായി ജോലി ചെയ്യുകയാണ്. മോറിറ്റ്സ് അതൊരു അവസരമായി കണ്ടു. അവൻ മുത്തച്ഛൻ അടുത്തെത്തിയപ്പോ പുതിയ ടീമിനെ കുറിച്ച് സംസാരിക്കുകയും കോച്ചാകാൻ റൂഡിയോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ റൂഡി അത് ശ്രദ്ധിച്ചതേയില്ല. പകരം അദ്ദേഹം തന്റെ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പരേതയായ തന്റെ ഭാര്യ മരിയാനയെ ആ നിമിഷം അദ്ദേഹം ഓർത്തെടുത്തു. താൻ യുവാവായിരുന്നപ്പോൾ ആപ്ലിക്കൻ ടീമിലെ ഫോർവേഡ് കളിക്കാരനായിരുന്നെന്ന് റൂഡി പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു റോത്കെർച്ച്. എന്നാൽ ഇരുവരും മരിയാനയുമായി പ്രണയത്തിലായതോടെ അവരുടെ ആ സൗഹൃദം തകർന്നു. മരിയാന റൂഡിയെയാണ് തിരഞ്ഞെടുത്തത്. അന്നു മുതൽ റോത്കെർച്ച് അദ്ദേഹത്തോട് അതിന്റെ പേരിൽ ക്ഷമിച്ചിട്ടേയില്ല. ആ വഴക്ക് ഇപ്പോഴും തുടരുന്നു. ആ പഴയ സുഹൃത്തുക്കൾ പിന്നീട് ഒരിക്കലും സംസാരിച്ചിട്ടുമില്ല. തന്റെ മുത്തച്ഛനെ ഒരു തരത്തിലും കോച്ചാവാൻ സമ്മതിപ്പിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച മോറിറ്റ്സ് നിശബ്ദനായി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്നവൻ മൈതാനത്ത് പോയി ഡബിൾ കിക്കേഴ്സിനൊപ്പം പരിശീലനം തുടങ്ങി. അപ്പോഴാണ് അലക്സ് തന്റെ പാർക്കർ ടീമുമായി അങ്ങോട്ടേക്ക് എത്തിയത്. പുതിയ സുഹൃത്തുക്കളായി ടീമിലെ കളിക്കാരായി മോറിറ്റ്സ് അലക്സിനെയും ടീമിനെയും തന്റെ കൂടെയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവരുടെ ടീം 11 അംഗങ്ങൾ തികഞ്ഞു. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആവശ്യമായ അംഗബലം. പരിശീലനത്തിനിടെ കാര്യങ്ങൾ രസകരമായി മാറുന്നുണ്ടായിരുന്നു. പാർക്കർ അറിയാവുന്ന കുട്ടികൾ അവരുടെ ചാട്ടവും മറിച്ചിലുമൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്തമായ ഫുട്ബോൾ നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചു. മിക്കവരും അതിൽ പരാജയപ്പെട്ടെങ്കിലും മോറിറ്റ്സ് വിട്ടുകൊടുത്തില്ല. കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ കളി മെച്ചപ്പെടുത്താമെന്നും മാർക്കിന്റെ ടീമിനെ തോൽപ്പിക്കാമെന്നും വിശ്വസിച്ച് അവനെല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എല്ലാവരും അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നില്ല. പരിശീലനത്തിനൊടുവിൽ കത്രീന എന്ന ടീമംഗത്തിന് വല്ലാത്തൊരു വിഷമം തോന്നി. മോറിറ്റ്സിന് ജയിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് താല്പര്യമെന്നും അല്ലാതെ കളിയിലെ സന്തോഷത്തിലൊന്നും അവനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നും അവൾക്ക് തോന്നി. അന്ന് രാത്രിയാണ് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുന്നത്. മാർക്ക് യാഥാർത്ഥ്യത്തിൽ കത്രീനയുടെ ഹാഫ് ബ്രദർ ആയിരുന്നു. അവളുടെ രണ്ടാനച്ഛൻ അവളെ ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ അനുവദിക്കാറില്ല. ഫുട്ബോൾ പെൺകുട്ടികൾക്കുള്ളതല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴും അവളെ ടെന്നീസ് കളിക്കാനായിരുന്നു നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കത്രീനയ്ക്ക് ഫുട്ബോൾ അത്രയ്ക്ക് ഇഷ്ടവുമാണ്. കത്രീന തോറ്റുകൊടുക്കാനും തയ്യാറായിരുന്നില്ല. അവൾ അങ്ങനെ ആൺകുട്ടികൾക്കൊപ്പം രഹസ്യമായി പരിശീലനം തുടർന്നു പോന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടു പോയി. ടീമിലെ തർക്കങ്ങൾ വർദ്ധിച്ചു. ഒരു പരിശീലനത്തിനിടെ പന്ത് പാസ് ചെയ്യാൻ മോറിറ്റ്സ് ആവശ്യപ്പെട്ടപ്പോ ദേഷ്യത്തിലായിരുന്ന കത്രീന അതവഗണിച്ച് അത് മറ്റൊരു വശത്തേക്ക് തട്ടി. മോറിറ്റ്സിന് ദേഷ്യം മടക്കാനായില്ല. അവളുടെ അർദ്ധ സഹോദരൻ മാർക്കിനെ ജയിപ്പിക്കാനാണ് അവൾ ടീമിനെ നശിപ്പിക്കുന്നതെന്ന് അവൻ ആ സമയം അവളെ കുറ്റപ്പെടുത്തി. അതവിടെ വലിയൊരു വഴക്കിന് കാരണമായി മാറി. ബാക്കിയുള്ളവർ വന്ന് അവരെ പിടിച്ചുമാറ്റുന്നതുവരെ അവർ പരസ്പരം ആക്രോശിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ഒടുവിൽ ആ വലിയ ദിവസം വന്നെത്തി. ആദ്യത്തെ യോഗ്യതാ മത്സരം ഡബിൾ കിക്കേഴ്സും ബ്ലേക്ക് എന്ന ടീമും തമ്മിലായിരുന്നു മത്സരം. ഡബിൾ കിക്കേഴ്സിന് സ്വന്തമായി ജേഴ്സി പോലുമില്ല. ജേഴ്സിയിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് നമ്പറുകൾ എഴുതുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. റഫറി ആ സമയം ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ടീമിലാകെ 10 കളിക്കാരേയുള്ളൂ. കത്രീന വന്നിട്ടില്ല. മാത്രമല്ല അവരുടെ കോച്ചുമില്ല. മോറിറ്റ്സ് ആ സമയം പുറമെ ശാന്തനായി നിന്നെങ്കിലും ഉള്ളിൽ വലിയ ഭയത്തിലായിരുന്നു. കത്രീന വരില്ലേ എന്നവൻ ഭീതിയോട് ചിന്തിച്ചു. വീട്ടിലേക്ക് അമ്മയെ ഫോൺ ചെയ്തവൻ മുത്തച്ഛനോട് തന്റെ ഭാഗ്യചിഹ്നമായ ടെഡ്ഡി ബിയർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറയാമോ എന്ന തരത്തിൽ അപേക്ഷിച്ചു. ആദ്യം അവന്റെ അമ്മ അതിന് വിസമ്മതിച്ചെങ്കിലും കുറച്ചാലോചിച്ച ശേഷം മുത്തച്ഛനോട് പറഞ്ഞു. റൂഡിയും ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അല്പനേരം ആലോചിച്ച ശേഷം അദ്ദേഹം മൈതാനത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ മോറിറ്റ്സിന്റെ യഥാർത്ഥ പദ്ധതി എന്താണെന്ന് അദ്ദേഹത്തിനെപ്പോൾ അറിയില്ലായിരുന്നു. റൂഡി അങ്ങോട്ടേക്ക് എത്തിയ ഉടനെ മോറിറ്റ്സ് അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി റഫറിയോട് പറഞ്ഞു, ദാ അതാണ് ഞങ്ങളുടെ കോച്ച്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതേ നിമിഷം തന്നെ കത്രീനയും മൈതാനത്തേക്ക് ഓടിയെത്തി. ഒടുവിൽ ടീം പൂർണ്ണമായി. വൈകാതെ മത്സരം ആരംഭിച്ചു. പക്ഷെ ആ മത്സരം അത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. ഒത്തൊരുമയോ കൃത്യമായ പദ്ധതിയോ ഇല്ലാത്തതിനാൽ കളിക്കാര് പല വശങ്ങളിലേക്കായി ഓടി. ഒടുവിലെന്ന് 12-0 എന്ന സ്കോറിന് ദയനീയമായവർ പരാജയപ്പെട്ടു. ആ തോൽവി എല്ലാവരെയും തളർത്തി. അവരാകെ നാണം കെട്ടുപോയിരുന്നു. എങ്കിലും മോറിറ്റ്സ് അവരെ തളരാൻ അനുവദിച്ചതേയില്ല. മടങ്ങിപ്പോകുമ്പോൾ അവൻ അവരോടായി പറഞ്ഞു, ഇനിയൊരു യോഗ്യതാ മത്സരം കൂടിയുണ്ട്. കൂടുതലായി പരിശീലിച്ചാൽ അതിൽ വിജയിക്കാൻ സാധിക്കും. അവർ തങ്ങളുടെ പരിശീലന മൈതാനത്തേക്ക് അങ്ങനെ തിരികെയെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയോ ഏറെ ഹൃദയഭേദകമായിരുന്നു. ട്രാക്ടറുകൾ ആ മൈതാനം പൂർണ്ണമായും നിരപ്പാക്കുന്നു. അവിടെ പുതിയൊരു കൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണ്. തങ്ങളുടെ ഗ്രൗണ്ട് കൂടി നഷ്ടപ്പെട്ടതോടെ എല്ലാം അവസാനിച്ചു എന്നവർ കരുതി. എങ്കിലും മോറിറ്റ്സ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അന്ന് രാത്രി അവൻ രഹസ്യമായി തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. റൂഡി ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിലേക്ക് അവൻ അവരെയും കൂട്ടിക്കൊണ്ടുപോയി. റൂഡി ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കാർഡ് ഉപയോഗിച്ച് അവർ ആ മാളിനുള്ളിലേക്ക് കടന്നു. എക്സ്കലേറ്ററുകളും ഇടനാഴികൾക്കും ഇടയിൽ അവർ പരിശീലനം പുനരാരംഭിച്ചു. മോറിറ്റ്സ് വീണ്ടും ഒരു ബൈസിക്കിൾ കിക്ക് പരീക്ഷിച്ചു. പന്ത് നേരെ എസ്കലേറ്ററിന് നേരെ പറന്നുപോയി. അതേസമയം റൂഡി താഴേക്ക് വരികയായിരുന്നു. റൂഡി അവരെ കൈയോടെ പിടികൂടി. അവർ എന്താണ് മാളിനകത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ റൂഡി അവരോട് ദേഷ്യപ്പെട്ടില്ല. മോറിറ്റ്സിനോട് ചോദിക്കാതെ തന്നെ മോറിറ്റ്സ് അദ്ദേഹത്തെ കോച്ചായി രജിസ്റ്റർ ചെയ്ത സത്യമെല്ലാം അദ്ദേഹം അറിഞ്ഞിരുന്നു. റൂഡി പൊട്ടിത്തെറിക്കും എന്നെല്ലാവരും ഭയന്നെങ്കിലും അദ്ദേഹം പുഞ്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അവർക്ക് കഴിവുണ്ടെന്നും എന്നാൽ ഒരു ടീമായി കളിക്കാൻ അറിയില്ലെന്നും റൂഡി അവരോട് പറഞ്ഞു. പിന്നാലെ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തി. റൂഡി അവരുടെ കോച്ചാകാൻ പോകുന്നു. വെറും 4 ദിവസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന അടുത്ത മത്സരത്തിനായി റൂഡി അവരെ പരിശീലിപ്പിക്കും. അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി. അങ്ങനെ റൂഡിയുടെ കീഴിൽ പരിശീലനം വളരെ ഗൗരവകരമായി മാറി. പന്ത് കൈവശം വെക്കാനും കൃത്യമായി പാസ് ചെയ്യാനും ഒത്തൊരുമിച്ച് കളിക്കാനും അദ്ദേഹം അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ അവിടുത്തെ എല്ലായിടത്തും പരിശീലിച്ചു. ഒരു മൺപാത്ര നിർമ്മാണശാലയിൽ പോലും അവർ പന്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശീലിച്ചു. സാവധാനം ഡബിൾ കിക്കേഴ്സ് മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഒടുവിലങ്ങനെ വീണ്ടും മത്സരദിനം വന്നെത്തി. വാൾപേട്ട് എന്ന ടീമിനെതിരെയായിരുന്നു കളി. മത്സരത്തിന് മുമ്പ് റൂഡി അവർക്ക് പുതിയ ജേഴ്സികൾ എത്തിച്ചു നൽകി. ജയിച്ചാൽ മാത്രമേ അതവർക്ക് സ്വന്തമായി താൻ നൽകൂ എന്നും അദ്ദേഹം പറഞ്ഞു. മത്സരം തുടങ്ങി. ആരാണ് മുന്നേറ്റത്തിന് നേതൃത്വം നൽകേണ്ടതെന്ന കാര്യത്തിൽ മോറിറ്റ്സും കത്രീനയും വീണ്ടും തർക്കിച്ചു. അവർ വഴക്കിടുന്നതിനിടയിൽ അലക്സ് പന്ത് തട്ടിയെടുത്ത് ഒരു തകർപ്പൻ നീക്കത്തിലൂടെ ഗോൾ നേടി. അതുകൊണ്ടെന്നവർ വിജയിക്കുകയും ചെയ്തു. അന്ന് മത്സരശേഷം റൂഡി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ അച്ഛൻ ഹള്ളിനെ കണ്ടപ്പോ മോറിറ്റ്സിന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞു. ഹള്ളവനെ തന്റെ കാറിലേക്ക് ക്ഷണിച്ചു. കാറിലവൻ കയറിയപ്പോ ഹള്ളവനോട് സംസാരിച്ചു. തനിക്ക് പറ്റിയ തെറ്റുകൾക്ക് അദ്ദേഹം ക്ഷമ ചോദിച്ചു. അവനെയും അവന്റെ അമ്മയെയും താൻ മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം മോറിറ്റ്സിന് തന്റെ പഴയ ഫുട്ബോൾ നൽകി. പക്ഷെ മോറിറ്റ്സ് അപ്പോഴും വിഷമത്തിലായിരുന്നു. അവനച്ഛനോട് ക്ഷമിക്കാൻ തയ്യാറാവാതെ പുറത്തേക്കിറങ്ങി നടന്നുപോയി. പിന്നീട് അവരുടെ ടീം വീണ്ടും പരിശീലനത്തിനായി ഒത്തുകൂടി. വാൾപേട്ട് ഏറ്റവും ദുർബലമായ ഒരു ടീമായിരുന്നുവെന്നും ഇനിയവർക്ക് വലിയ ടീമുകളെയാണ് നേരിടേണ്ടതെന്നും റൂഡി അവരെ ഓർമ്മിപ്പിച്ചു. താമസിയാതെ റൗണ്ട് ഓഫ് 16 എത്തി. മത്സരം കടുത്തതായിരുന്നു. മോറിറ്റ്സും കത്രീനയും അലക്സും പന്തിനായി ഓടുകയും ഒടുവിൽ പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്തു. പക്ഷേ ഭാഗ്യം അവരുടെ കൂടെ തന്നെയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പന്ത് താനെ ഉരുണ്ട് എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റിൽ കയറി. അവരുടെ ടീമിനൊരു ഗോൾ ലഭിച്ചു. അങ്ങനെ ചക്ക വീണ മുയല് ചത്തു എന്ന് പറയുന്ന പോലെ അവരുടെ ടീം വീണ്ടും വിജയിച്ചു. അവർ അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്കും എത്തിച്ചേർന്നു. കത്രീനയ്ക്ക് കളിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ
വീട്ടിൽ നിന്നിറങ്ങാൻ നേരം അവളുടെ രണ്ടാനച്ഛൻ റോത്കിർച്ച് അവളെ തടയാൻ ശ്രമിച്ചു. കത്രീന ഫുട്ബോൾ കളിക്കണ്ടെന്നും ഇത് അവസാനിപ്പിക്കാനും അദ്ദേഹം ആജ്ഞാപിച്ചു. പക്ഷെ അവൾ അതൊന്നും വകവെച്ചില്ല. അവൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് ഓടി. അന്ന് അവരുടെ എതിരാളികൾ ബ്രാക്കനായിരുന്നു. ശക്തരായ എതിരാളികളാണ്. റൂഡിയെന്ന് അവർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകി. ടീം വർക്ക് മാത്രമേ പാടുള്ളൂ. ഒറ്റയ്ക്ക് കളിച്ച് പരാജയപ്പെടാൻ നിന്നേക്കരുത്. പക്ഷേ കളിച്ചു തുടങ്ങിയപ്പോഴേ കാര്യങ്ങൾ മോശമായി മാറി. ബ്രാക്കൻ വേഗത്തിൽ 2 ഗോളുകൾ നേടി. ആ സമയമാണ് റോത്കിർച്ച് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതും കത്രീന അദ്ദേഹത്തെ കണ്ടു. അതോടെ കത്രീനയ്ക്കുള്ളിൽ വല്ലാത്തൊരു വാശിയും ഉണർവും സംഭവിച്ചു. തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് എല്ലാവരെയും കാണിക്കണം, പ്രത്യേകിച്ചും റോത്കിർച്ചിന് കാണിച്ചു കൊടുക്കണം എന്നവൾ തീരുമാനിച്ചു. പിന്നെ അവിടെ നടന്നത് കത്രീനയുടെ വൺ മാൻ ഷോ ആയിരുന്നു. എതിർ ടീമിലെ പകുതിയോളം കളിക്കാരെ വെട്ടിച്ച് അവൾ പൊടുന്നനെ തന്നെ മനോഹരമായൊരു ഗോൾ നേടി. വൈകാതെ അവൾ ബോക്സിൽ ഫൗൾ ചെയ്യപ്പെട്ടു. പെനാൽറ്റിയുടെ വിളി വന്നു. മോറിറ്റ്സ് കൃത്യമായി കിക്കെടുത്തു. കളിയതോടെ 2-2 എന്ന നിലയിലെത്തി. ഹാഫ് ടൈം കഴിഞ്ഞും കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഒരു നിമിഷത്തിൽ എല്ലാം ഒത്തുചേർന്നു. കത്രീന പാസ് ചെയ്ത പന്തിൽ അലക്സ് ഒരു ബാക്ക് ഫ്ലിപ്പിലൂടെ മനോഹരമായി മറ്റൊരു ഗോൾ കൂടി നേടി. അതോടെ ഡബിൾ കിക്കേഴ്സ് ആക്കളിയും വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറി. അന്ന് രാത്രിയിൽ അവരുടെ ടീം ഒന്നിച്ച് മാളിൽ ആഘോഷിക്കാൻ പോയി. അവിടെ വെച്ചവർ മാർക്കിനെയും ടീമിനെയും കണ്ടുമുട്ടി. നിങ്ങൾ ഒരിക്കലും ഫൈനലിൽ എത്തില്ല എന്ന് പറഞ്ഞ മാർക്ക് അവരെ കളിയാക്കി. മോറിറ്റ്സ് ആ സമയം അവനെ ഒരു മത്സരത്തിന് വെല്ലുവിളിച്ചു. 2 ടീമും തമ്മിൽ മത്സരിക്കാം. ആര് 5 മിനിറ്റ് പന്ത് കൈവശം വെക്കുന്നുവോ അവർ വിജയിക്കും. ആ വെല്ലുവിളി മാളിനുള്ളിലെ ഒരു ഭ്രാന്തൻ മത്സരമായി മാറി. മാളിനുള്ളിലൂടെ ഓടി നടന്ന് പന്ത് കൈക്കലാക്കി കളി നിയന്ത്രിക്കാൻ ഏവരും കുതിച്ചു. സെക്യൂരിറ്റി ഗാർഡുകൾ അത് കണ്ട് അവരെ പിന്തുടർന്നു. അലക്സ് ആകട്ടെ തന്റെ പാർക്കർ കഴിവുകൾ ഉപയോഗിച്ച് അവരെ വെട്ടിച്ചു കടന്നു. ഒടുവിൽ തെരുവിലൂടെ പന്ത് പാസ് ചെയ്ത് അവരുടെ കളി തുടർന്നുകൊണ്ടിരുന്നു. അവസാന നിമിഷം വായുവിലേക്ക് ഉയർന്ന പന്തിനായി മോറിറ്റ്സും മാർക്കും ഒരേ സമയം എടുത്തു ചാടി. പക്ഷേ ഇത്തവണ അതിൽ മോറിറ്റ്സ് ജയിച്ചു. അവൻ മാർക്കിനെ ആദ്യമായി പരാജയപ്പെടുത്തി. പക്ഷെ അവരുടെ ബഹളം കാരണം പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. പോലീസ് കാറിന്റെ ശബ്ദം കേട്ടതും പിടിക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അന്ന് ജയത്തിന്റെ സന്തോഷത്തിലായിരുന്നെങ്കിലും എന്നിന് അലക്സിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു സംശയം അവനടുക്കൽ ചോദിച്ചു. അത് കേട്ടതും അലക്സ് വല്ലാതെ ദേഷ്യം പിടിച്ചിരുന്നു. അവനൊന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോയി. അതേസമയം കത്രീനയുടെ വീട്ടിൽ റോത്കിർച്ച് ഒരു ചതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. റൂഡിയോടുള്ള പക തീർക്കാൻ അദ്ദേഹം റഫറിയെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. കത്രീനയുടെ അമ്മ ബേഡി ഇതെല്ലാം കേട്ടെങ്കിലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും അറിയാതെ മോറിറ്റ്സ് അലക്സിന്റെ വീട്ടിലെത്തി. അലക്സ് എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് അവൻ അറിയണമായിരുന്നു. അവിടെ വെച്ച് അലക്സ് തന്റെ ജീവിതത്തിലുണ്ടായ സങ്കടകരമായ ഒരു സത്യം വെളിപ്പെടുത്തി. താൻ പണ്ട് എപ്പിൻ ടീമിന് വേണ്ടി കളിച്ചിരുന്നപ്പോൾ ഒരു പ്രധാന മത്സരത്തിനായി അനിയനെ തനിച്ചാക്കി പോയതും ആ സമയം അവന് വലിയൊരു അപകടം സംഭവിച്ചതും അലക്സ് പറഞ്ഞു. അന്ന് താൻ പോയതുകൊണ്ട് മാത്രമാണ് തന്റെ അനിയന് വലിയ അപകടം സംഭവിച്ചത് എന്ന് ചിന്തിച്ച അലക്സിന് ആ കുറ്റബോധം കാരണം തന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിച്ചിരുന്നില്ല. മോറിറ്റ്സ് എന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അലക്സ് താൻ ഇനി കളിക്കാനില്ല എന്ന് പറയുകയായിരുന്നു ചെയ്തത്. അങ്ങനെ സെമി ഫൈനൽ ദിവസം എത്തി. അലക്സ് അങ്ങോട്ടേക്ക് വന്നതേയില്ല. അവനില്ലാതെ കളിക്കാൻ റൂഡി തീരുമാനിച്ചു. മത്സരം വളരെ കടുപ്പമേറിയതായിരുന്നു. എതിർ ടീം മോശമായി കളിച്ചിട്ടും റഫറി അവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. എതിർ ടീം ഫൗളുകൾ ചെയ്തപ്പോൾ റഫറി വിസിൽ മുഴക്കിയില്ല. പക്ഷേ ഡബിൾ കിക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പിഴവ് വന്നാൽ പോലും റഫറി വിസിൽ മുഴക്കി. എന്തായാലും അന്നത്തെ കളിയിൽ ഡബിൾ കിക്കേഴ്സ് ഒരു ഗോളിന് പരാജയപ്പെട്ടു. സെമി ഫൈനലിൽ അവർ കളിയിൽ നിന്ന് പുറത്തായി. ഗ്യാലറിയിലിരുന്ന ബേഡിക്ക് തന്റെ ഭർത്താവിന്റെ ചതി കാരണമാണ് ഡബിൾ കിക്കേഴ്സ് തോറ്റതെന്ന് മനസ്സിലായിരുന്നു. പിന്നീട് വിജയം ആഘോഷിക്കാൻ റോത്കിർച്ച് ഒരു പാർട്ടി സംഘടിപ്പിച്ചു. ആ പാർട്ടിയിൽ വെച്ച് കത്രീനയെ റോത്കിർച്ചിന്റെ ടീമിൽ ചേർക്കുമോ എന്ന് ബേഡി ചോദിച്ചെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. ബേഡി അത് ചെറിയ തോതിലെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിരുന്നു. മറുവശത്ത് മോറിറ്റ്സിന്റെ കുടുംബം വീണ്ടും വലിയ പ്രതിസന്ധിയിലായി. ജോലിയിലുണ്ടായ വീഴ്ച കാരണം റൂഡിയെ മാളിലെ നൈറ്റ് ഗാർഡ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതിനിടയിൽ മോറിറ്റ്സിന്റെ അമ്മ യനാനയ്ക്ക് പുതിയൊരു ജോലി കണ്ടെത്താനും കഴിഞ്ഞില്ല. മത്സരത്തിലെ തോൽവി കൂടിയായതോടെ മോറിറ്റ്സ് വലിയ ദേഷ്യത്തിലും നിരാശയിലുമായി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തി അവൻ തന്റെ അമ്മയോട് ആക്രോശിക്കുകയും താൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമ്മയാണെന്ന മട്ടിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. മകന്റെ പെരുമാനത്തിൽ മനംനൊന്ത് യനാന തകർന്നുപോയി. അവർ അവനെ ശിക്ഷയായി ഒരു മുറിയിലടച്ചു. ആരോടും സംസാരിക്കാൻ അവനെ അനുവദിച്ചതുമില്ല.
പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ പുറത്തൊരു ശബ്ദം കേട്ടു. അത് മോറിറ്റ്സിന്റെ അച്ഛൻ ഹള്ളായിരുന്നു. അദ്ദേഹം മാപ്പ് ചോദിക്കാനാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മോറിറ്റ്സിനോട് സംസാരിക്കണമെന്ന് അദ്ദേഹം യനാനയോട് ആവശ്യപ്പെട്ടു. ആ സമയത്താണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നതും കത്രീനയുടെ അമ്മ ബേഡി വഴി റോത്കെർച്ച് റഫറിക്ക് കൈക്കൂലി നൽകിയ വിവരം എല്ലാവരും അറിഞ്ഞിരുന്നു. ചതി പുറത്തായതോടെ റോത്കെർച്ചിന്റെ ടീമിനെ ടൂർണമെന്റിൽ നിന്ന് അയോഗ്യരാക്കി. അതോടെ ഡബിൾ കിക്കേഴ്സ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. അതോടെ അവർക്ക് കളിക്കേണ്ടിയിരുന്നത് ഹള്ളിന്റെ ടീമിനെതിരെയായിരുന്നു, ഹോളർഫിനെതിരെ, അതായത് ടൂർണമെന്റിലെ മഹാരാജാക്കന്മാർക്കെതിരെ. ആ വാർത്ത കേട്ടപ്പോൾ മോറിറ്റ്സിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ഉടൻ തന്നെ കത്രീനയെ വിവരമറിയിക്കാൻ ഓടി. അവളുടെ ജനലിന് താഴെ നിന്ന് അവൻ ഉറക്ക വിളിച്ചു. താൻ മുമ്പ് സ്വാർത്ഥനായി കളിച്ചതിനും പന്തവൾക്ക് പാസ് ചെയ്യാതിരുന്നതിനും അവൻ അവളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചു. ഇനി മുതൽ തങ്ങളൊരു യഥാർത്ഥ ടീമായി കളിക്കുമെന്ന് അവരെന്ന് പരസ്പരം വാഗ്ദാനം ചെയ്തു. ആ സമയത്താണ് മാർക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. മാർക്ക് അവന്റെ വഴിതടയുകയും മോറിറ്റ്സിനെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ പോരാട്ടം വളരെ ശക്തമേറിയതായിരുന്നു. പക്ഷെ ഇത്തവണ മോറിറ്റ്സ് പിന്നോട്ട് മാറിയില്ല. അവൻ മാർക്കിനെ ശക്തമായി തിരിച്ചടിച്ചു. അവന്റെ മൂക്ക് വീണ്ടും മിടിച്ചു തകർത്തു. ഇനി ഒരിക്കലും എന്റെ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കരുത് എന്നവൻ മാർക്കിന് കർശനമായ മുന്നറിയിപ്പ് നൽകി. ഇതിനുശേഷം മോറിറ്റ്സും കത്രീനയും ഒന്നിച്ച് തങ്ങളുടെ ടീമിനെ കാണാൻ പോയി. ഇതേസമയം മറുവശത്ത് ഏറെ നിരാശനായിരുന്ന റൂഡി ഒരു ബാറിലിരുന്ന് അമിതമായി മദ്യപിക്കുകയായിരുന്നു. ലഹരിയിൽ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ഒരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചു. പിറ്റേന്ന് രാവിലെ വിവരമറിഞ്ഞ മോറിറ്റ്സ് പരിഭ്രാന്തിയോടെ ആശുപത്രിയിലേക്ക് എത്തി. റൂഡി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കാൽ ഒടിഞ്ഞിരുന്നു. കുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. റോത്കെർച്ചിന്റെ ചതി പുറത്തായ വിവരം പറഞ്ഞു. റൂഡി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് ഫൈനൽ ജയിക്കാൻ കഴിയും എന്നാശംസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് വരാൻ കഴിയില്ലായിരുന്നു. ഒരു കോച്ചില്ലാതെ എങ്ങനെ ഫൈനൽ കളിക്കുമെന്നോർത്ത് ടീം ഭയപ്പെട്ടു. അപ്പോഴാണ് മോറിറ്റ്സിന് ഒരു പുതിയ ചിന്തയുണ്ടായത്. മറുവശത്ത് ഹൾ തന്റെ ടീമിന് പരിശീലനം നൽകുകയായിരുന്നു. ആ സമയം യനാനെയും മകനെയും കുറിച്ച് അയാൾ ആലോചിച്ചു. പെട്ടെന്ന് യനാന മൈതാനത്തേക്ക് കടന്നു വന്നു. തനിക്കൊരു അവസരം കൂടി നൽകണം എന്ന് ഹൾ അവർക്കടുത്തെത്തി അപേക്ഷിച്ചു. റൂഡി ആശുപത്രിയിലാണെന്ന വിവരം അവൾ ഹള്ളിനോട് പറഞ്ഞു. തുടർന്ന് അവൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. താനിപ്പോൾ ഡബിൾ കിക്കേഴ്സിന്റെ കോച്ചാണ്. താനാണ് ഡബിൾ കിക്കേഴ്സിനെ പരിശീലിപ്പിക്കുക. ഹൾ അത് കേട്ടതും മമ്പരന്നിരുന്നു. യനാന അദ്ദേഹത്തിന് മത്സരത്തിന് ആശംസകൾ നേർന്ന് മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. മത്സരം തുടങ്ങുന്നതിന്റെ തൊട്ടുമുമ്പ് അലക്സ തന്റെ അച്ഛനൊപ്പം സ്റ്റേഡിയത്തിലെത്തി. തനിക്ക് ടീമിലേക്ക് തിരിച്ചു വരണമെന്ന് അവൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയും ജേഴ്സി നൽകുകയും ചെയ്തു. യനാന ആശുപത്രിയിലുള്ള റൂഡിയെ വിളിച്ച് ഫോൺ സ്പീക്കറിലിട്ടു. റൂഡി എല്ലാവർക്കും ആവേശം പകരുകയും മോറിറ്റ്സിനോട് ഒരു യഥാർത്ഥ നായകനെ പോലെ ടീമിനെ നയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൈകാതെ റഫറി വിസിൽ മുഴക്കി. ഫൈനൽ ആരംഭിച്ചു. ആശുപത്രിയിൽ നിന്ന് റൂഡി ഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ ഫുട്ബോളിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത യനാന അവ തെറ്റായിരുന്നു പറഞ്ഞുകൊടുത്തത്. അത് കളിക്കാരെ വല്ലാതെ കുഴപ്പിച്ചു. കാര്യങ്ങൾ പെട്ടെന്ന് വഷളായി. എതിർ ടീം അവരുടെ ആദ്യത്തെ ഗോൾ നേടി. അധികം വൈകാതെ അവർക്കൊരു ഫ്രീ കിക്ക് കൂടി ലഭിച്ചു. മോറിറ്റ്സും കൂട്ടരും പന്ത് തടയാൻ മതിൽ തീർത്തുവെങ്കിലും എതിർ ടീമിന്റെ ഷോട്ട് നേരെ വലയിൽ പതിച്ചു. അതോടെ മോറിറ്റ്സിന്റെ ടീം 2 ഗോളുകൾക്ക് പിന്നിലായി. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ എല്ലാവരും നിരാശയിലാണ്ട് പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന യനാനയോട് റൂഡി ഫോണിലൂടെ പറഞ്ഞു. മത്സരത്തെ ഒരു കേക്കുണ്ടാക്കുന്നത് പോലെ കാണുക. യനാന ഉടനെ തന്നെ കുട്ടികളെ വിളിച്ചുകൂട്ടി. അവൾ തന്റെ അടുക്കളയിലെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ ഒരു വലിയ കേക്കുണ്ടാക്കുകയാണ്. അതിന് നമുക്ക് ചട്ടിയിൽ 3 മുട്ടകൾ ആവശ്യമാണ്, അവൾ പറഞ്ഞു. എല്ലാവരും അമ്പരന്ന് പോയെങ്കിലും മോറിറ്റ്സിന് അതിന്റെ അർത്ഥം മനസ്സിലായി. 3 പ്രധാന കളിക്കാർ ഒന്നിച്ച് മുന്നേറ്റ നിരയിൽ നിൽക്കണമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതാണ് റൂഡി നിർദ്ദേശിക്കുന്നതും. രണ്ടാം പകുതിയിൽ അവരാ തന്ത്രം പരീക്ഷിച്ചു. അത് അത്ഭുതകരമായി ഫലിച്ചു. ഡബിൾ കിക്കേഴ്സ് മൈതാനത്ത് ഒരൊറ്റ മനസ്സോടെ പന്ത് പാസ് ചെയ്യാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പന്ത് അലക്സിന്റെ കയ്യിൽ ലഭിച്ചു. അവൻ തന്റെ പാർക്കർ കഴിവുകൾ ഉപയോഗിച്ച് വായുവിൽ മറിഞ്ഞ് ഒരു ഗോൾ നേടി. യനാന പാചകത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഫുട്ബോളുമായി ബന്ധിപ്പിച്ച് കളിക്കാർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. മോറിറ്റ്സ് അവയെല്ലാം കളിക്കളത്തിലെ തന്ത്രങ്ങളായി മാറ്റി. വൈകാതെ അലക്സ് വീണ്ടും പന്ത് വലയിലെത്തിച്ച് കളി സമനിലയിലാക്കി. സ്റ്റേഡിയം മുഴുവൻ ആവേശ അലറി വിളിച്ചു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ആ സമയമാണ് പന്ത് മോറിറ്റ്സിന്റെ കാലിലെത്തുന്നത്. ഒരു നിമിഷം അവൻ തന്റെ ആ പഴയ ദിവാസ്വപ്നത്തിലേക്ക് വഴുതി വീണു. വേൾഡ് കപ്പ് ഫൈനലും താൻ അടിക്കുന്ന ഐതിഹാസിക ഗോളും. പക്ഷേ ഇത്തവണ അവൻ ആ സ്വപ്നത്തിൽ മുഴുകിപ്പോയില്ല. അവൻ തന്റെ കയ്യിലെത്തിയ പന്ത് വായുവിലേക്ക് ഉയർത്തി ഒരു കൃത്യമായ ബൈസിക്കിൾ കിക്ക് നൽകി. പക്ഷെ അതൊരു ഗോളായിരുന്നില്ല, കത്രീനയ്ക്കുള്ള ഒരു മികച്ച പാസായിരുന്നു. കത്രീന ഒട്ടും വൈകാതെ പന്ത് വലയ്ക്കുള്ളിൽ
പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടു. ഗോളെന്ന് ആരവം മുഴങ്ങി. സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. ഡബിൾ കിക്കേഴ്സ് ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു. എല്ലാവരും സന്തോഷത്താൽ തുള്ളിച്ചാടി. മോറിറ്റ്സിന്റെ അച്ഛൻ, എതിർ ടീമിന്റെ കോച്ച് പോലും പുഞ്ചിരിയോടെ എനാനയുടെയും മകന്റെയും അടുത്തെത്തി അവരെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ആ കുടുംബം പരസ്പരം ക്ഷമിച്ചും മറ്റും വീണ്ടും ഒന്നിക്കുകയായിരുന്നു. ടീം അഭിമാനത്തോടെ അന്ന് ട്രോഫി ഉയർത്തി. മോറിറ്റ്സ് കത്രീനയുടെ അടുത്തു ചെന്നവളെ അഭിനന്ദിച്ചു. തനിക്ക് പന്ത് പാസ് ചെയ്തതിന് അവൾ അവനോട് നന്ദിയും പറഞ്ഞു. എത്ര വഴക്കുണ്ടാക്കിയാലും തങ്ങളിപ്പോൾ മികച്ച സുഹൃത്തുക്കളാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കിടയിൽ മോറിറ്റ്സ് ആകാശത്തേക്ക് നോക്കി. ഒരു ദിവസം താൻ ജർമ്മൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കുമെന്നും അന്ന് താൻ സ്വപ്നം കണ്ട ആ ബൈസിക്കിൾ കിക്ക് ഗോൾ സ്വന്തമാക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായി ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.